വിശ്വാസ സംഗമമായ ആഗോള അയ്യപ്പ സംഗമത്തെ പറ്റിയിട്ടുള്ള ബി.ജെ.പിയുടെ നിലപാട് മുൻപ് തന്നെ ബി.ജെ.പി വ്യക്തമാക്കിയതാണ്. അതിൽ ബി.ജെ.പി വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, വിശ്വാസ സംഗമത്തിനല്ല എതിര്, മറിച്ച് ഇത് രാഷ്ട്രീയ പരിപാടിയായി മാറുമ്പോഴാണ് അതിനെ ബി.ജെ.പി എതിർക്കുന്നതെന്ന് പറഞ്ഞു. എന്നാലും ബി.ജെ.പി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ദേവസ്വം ബോർഡ് ഒരു കരട് രേഖ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ ഈ 2-3 തവണയായി ശബരിമല ദർശനം നടത്തിയവർക്ക് മാത്രമേ ഇനി പ്രവേശനമുള്ളൂ ഈ അയ്യപ്പ സംഗമത്തിൽ എന്നുള്ളത് പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് വിശ്വാസികളെ പൂർണ്ണമായി ഒഴിവാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ലേ? 2-3 തവണയെ ശബരിമല വന്നിട്ടുള്ളൂ എന്ന് ദേവസ്വം ബോർഡിന് എങ്ങനെ അറിയാം? ഒരു തവണ പോലും വരാത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ട്. അപ്പോൾ ശബരിമലയിൽ എത്തുന്ന ഭക്തജനങ്ങളുടെ ഭക്തി അളക്കാൻ ദേവസ്വം ബോർഡിന് എന്താ മാർഗമുള്ളത്? ശബരിമലയ്ക്ക് ദേവസ്വം ബോർഡ് സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ആളുകൾക്കാണ് കഴിഞ്ഞ 3 വർഷത്തിനിടെ 2 തവണയെങ്കിലും ശബരിമല സന്ദർശനം നടത്തിയവർക്കാണ് അത്തരത്തിലൊരു ഇളവ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്തുന്ന കോടിക്കണക്കിന് അയ്യപ്പന്മാർ നിരന്തരമായി വരുന്നവർ തന്നെയാണ്. അത് രജിസ്റ്റർ ചെയ്താണോ അല്ലാതെയാണോ എന്നുള്ളത് അതിന് പ്രസക്തിയില്ല. കാരണം ശബരിമലയെ എത്തിക്കൊണ്ടിരിക്കുന്ന അയ്യപ്പ ഭക്തന്മാർ അവർ വരും, അവർ ദർശനം നടത്തും. ശബരിമലയിൽ ദർശനം നടത്തുക എന്ന് പറയുന്നത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാദത്തമായ അവരുടെ അവകാശമാണ്. അത് നിർവഹിക്കുന്നതിന് ആർക്കും തടയാൻ പറ്റില്ല. കാരണം ശബരിമല ഈ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ്. ആരുടെയും ദർശനം നിഷേധിക്കാൻ ആവില്ല. പിന്നെ മറ്റൊന്ന്, ഈ ഒരു വലിയ സംഗമം ഇവിടെ നടത്താൻ ദേവസ്വം ബോർഡിനെ പ്രേരിപ്പിച്ചതെന്താണ്? ദേവസ്വം ബോർഡിന് എന്ത് പങ്കാണുള്ളത്? ഇതൊരു വാണിജ്യ താല്പര്യത്തിന് വേണ്ടി പണം സംഭരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു വലിയ മേള എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇതിന് ഭക്തിയുമായിട്ട് എന്ത് ബന്ധം? ഭക്തജനങ്ങളുമായി എന്ത് ബന്ധം? അതെ, ലോക കേരള സഭ തന്നെയാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അതും ഈ കേരള സർക്കാരിൻ്റെ ലോഗോ ഉപയോഗിച്ചാണ് അവർ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സർക്കാരിൻ്റെ അല്ല എന്നിങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ ഇത് സർക്കാരിൻ്റേതാണ്, മന്ത്രിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ഒരു മതേതര സർക്കാർ എന്തിനാണ് ഈ അയ്യപ്പന്മാരെ ഇങ്ങനെ വിളിച്ചു കൂട്ടുന്നത്? എന്തിനു വേണ്ടിയാണ്? പിന്നെ മാസ്റ്റർ പ്ലാനുണ്ട്, മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാൻ ഒരു കമ്മിറ്റിയുണ്ട്, പണം സംഭരിക്കാൻ ട്രസ്റ്റുണ്ട്, ഇതെല്ലാം അവിടെ സംവിധാനങ്ങളുമുണ്ട്. ഇതിനെല്ലാം മറികടന്ന് എന്തിനാണ് ദേവസ്വം ബോർഡും അല്ലെങ്കിൽ സർക്കാരും ഇപ്പോൾ ഒരു അയ്യപ്പ സംഘവുമായി ഇറങ്ങി പുറപ്പെട്ടുള്ളത്? ഇത് വളരെ വ്യക്തമാണ്. ഇത് രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടിയാണ്. ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമാണ്, യാതൊരു സംശയവുമില്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് ക്ഷണമുണ്ടാകില്ലെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിക്കുമെന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഘടകവിരുദ്ധമല്ല ആദ്യം പറഞ്ഞ വാക്കുകൾക്കെതിരായിട്ട്? അതെ, രാഷ്ട്രീയം ഇതിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയക്കാരൻ തന്നെയാണ് പറയുന്നത്. വിളിക്കുന്നതും ക്ഷണിക്കുന്നതും രാഷ്ട്രീയക്കാരനാണ്. വാസവൻ രാഷ്ട്രീയക്കാരനല്ലേ? മന്ത്രി അതെയല്ലോ. പോയി സ്റ്റാലിനെ ക്ഷണിച്ചത് മന്ത്രിയല്ലേ? അപ്പം മന്ത്രി എന്തിനാണ് വേറൊരു മന്ത്രിയെ പോയി ക്ഷണിക്കുന്നത്? എന്തിനാണ്? ഒരു മതേതര സർക്കാരിൻ്റെ മന്ത്രി അദ്ദേഹം ഒരു അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ എന്തിനാണ് മറ്റൊരു സ്ഥലത്ത് പോയി വേറൊരു മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നത്? അപ്പോൾ രാഷ്ട്രീയമാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇതിൻ്റെ ഉദ്ദേശശുദ്ധിയെയാണ് ബി.ജെ.പി ചോദ്യം ചെയ്യുന്നത്. വിദേശികളെയാണ് കൂടുതൽ കേന്ദ്രീകരിക്കുന്നത്. 500ഓളം വിദേശികളെ പങ്കെടുപ്പിക്കുന്നുള്ളത്. മലേഷ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി സന്നിധാനത്തെത്തുന്ന വിദേശികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേകമായി ക്ഷണക്കത്ത് അയക്കുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ സിനിമാ നടന്മാരും അതേപോലെ തന്നെ യേശുദാസ് അടക്കമുള്ള ആളുകൾക്കും സെപ്പറേറ്റ് കത്തുകൾ അയക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ബാക്കി പൊതുജനത്തെയൊക്കെ ആരെയും ഒഴിവാക്കുന്നില്ല എന്ന് ദേവസ്വം ബോർഡ് പറയുമ്പോഴും ഇപ്പോഴും ഒഴിവാക്കുന്ന നടപടിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ ശബരിമല സമദർശനത്തിൻ്റെ സന്നിധാനമാണ്. അവിടെ പാവപ്പെട്ടവരും അതുപോലെ പണക്കാരും വ്യത്യാസമില്ല, സാധാരണക്കാരും VIP-കളും വ്യത്യാസമില്ല. കോടതി തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ശബരിമലയിൽ VIP ദർശനം പാടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ശബരിമല സമദർശനത്തിൻ്റെ സന്നിധാനമാണ്. പാവപ്പെട്ട ഒരു രൂപ പോലും മുടക്കാനില്ലാത്ത ഒരാൾ പോലും ശബരിമല എത്തിയാൽ അയാൾക്ക് ശബരിമലയുടെ കാര്യത്തിൽ ഒരു പങ്കുണ്ട്, ഒരു ഭക്തൻ എന്നുള്ള നിലയ്ക്ക് പങ്കുണ്ട്. 10 കോടി രൂപ തരുന്ന ആളിനേക്കാളും ഒന്നുമില്ലാതെ വരുന്ന ഒരു ഭക്തൻ്റെ ഭക്തിക്കാണ് അവിടെ വില. ഭക്തിക്കാണ് അവിടെ വില. ആര് എന്നുള്ളതല്ല ചോദ്യം. ഇപ്പോൾ തന്നെ പ്രിവിലേജ് കാർഡ് പുറത്തിറക്കുകയാണ്. 10 ലക്ഷം രൂപയിൽ കൂടുതൽ കൊടുക്കുന്നവർക്ക് അവിടെ 10 വർഷത്തേക്ക് സൗജന്യമായി അതിന് മുമ്പിൽ വന്ന് ദർശനം നടത്താം. 20 ലക്ഷം മുതൽ 30 ലക്ഷം രൂപ വരുന്നവർക്ക് ബ്രോൺസ് കാർഡ്, 30 ലക്ഷം മുതൽ 40 ലക്ഷം രൂപ സിൽവർ, അതിനപ്പുറത്തേക്ക് ഗോൾഡ്. അപ്പോൾ 10 കോടി രൂപ തരുന്ന ഒരാളിന് മുൻപന്തിയിൽ വന്ന് നിൽക്കാം. ഇത് ശബരിമലയുടെ അടിസ്ഥാന തത്വത്തിന് വിരുദ്ധമാണ്. സമദർശനത്തിൻ്റെ സന്നിധാനമാണ്. അവിടെ പണം ഉള്ളവർക്ക് മുൻഗണന നൽകുന്ന ഒരു സ്വഭാവം പാടില്ല. മന്ത്രിക്കും അവിടെ വലിയ മുൻഗണനയൊന്നുമില്ല ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം. ഞാനൊക്കെ ശബരിമല പോയി ദർശനം നടത്തുന്ന ക്യൂ നിന്നിട്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ തരത്തിൽ ഒരു അയ്യപ്പന്മാരെ വേർതിരിക്കുന്ന, പണക്കാരെന്നും
പാവങ്ങളെന്നും പറഞ്ഞ് രണ്ടാക്കി തരംതിരിക്കുന്ന ഏർപ്പാട് നമ്മുടെ സാമൂഹ്യ സമത്വ ദർശനത്തിൻ്റെ ഒരു വലിയ വെല്ലുവിളിയാണ്, അതിൻ്റെ പരസ്യമായ ധ്വംസനമാണ്. BJPയുടെ ഈ വിഷയത്തിലുള്ള നിലപാട്, ഇനിയുള്ള നിലപാട് എങ്ങനെയാണ്? എന്ത് പരിപാടികളുമായിട്ട് ഈ വിഷയത്തെ പ്രതിരോധിക്കാനാണ് BJPയുടെ നീക്കം? ഇത് ജനമനസാക്ഷി ഉണർത്തും, ബഹുജനാഭിപ്രായം സ്വരൂപിക്കും. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യും. ഇത് തെറ്റാണ് 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 എന്ന് തന്നെ പറയും. ഇതിൻ്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുകയാണ്. കാരണം ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നതിലൂടെ എന്ത് ആണ് ശബരിമലയ്ക്ക് നേടിയെടുക്കാൻ സാധിക്കുക? ശബരിമല വീണ്ടും ഒരു വാണിജ്യ കേന്ദ്രമാക്കുകയാണ്, ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയെടുക്കുകയാണ്. അതിൻ്റെ പരിപാവനതയുണ്ട്, പരിശുദ്ധിയുണ്ട്. അത് കാത്തു സൂക്ഷിക്കാൻ ഈ ശബരിമലയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന അയ്യപ്പ ഭക്തന്മാർ പ്രതിജ്ഞാബദ്ധമാണ്. അതിനെന്ത് ത്യാഗം സഹിക്കാനും അയ്യപ്പന്മാർ തയ്യാറാണ്. BJP എന്തായാലും അതിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ശബരിമല ഒരു ടൂറിസം കേന്ദ്രമായി മാറ്റാനല്ല, മറിച്ച് സമഭാവനയുടെ കേന്ദ്രമാണ്. ആ കേന്ദ്രം അങ്ങനെ തന്നെ നിലനിൽക്കണമെന്നുള്ളതാണ് BJP ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്.